ഹായ് ഓൾ ഇറ്റ്സ് മീ സെൻഡായർ. ഇന്നത്തെ കൗണ്ടർ എന്ന് പറയുന്നത് മാരൽ സ്നാപ്പ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ഒരു ക്വിക്ക് ബേസിക് ട്യൂട്ടോറിയൽ ആയിരിക്കും. ഇതിൻ്റെ കൂടുതൽ ട്യൂട്ടോറിയൽസും കാര്യങ്ങളും ഡെക്കും കോമ്പോസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിലപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് കാർഡ്സ് ഗെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കാർഡ് കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാർഡ്സ് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് കാർഡ്സൊക്കെ ഇവർ തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാർഡ്സ് ആദ്യം കണ്ടിന്യൂസ്ലി കിട്ടും. പിന്നീട് കളക്ടേഴ്സ് റിസർവ് എന്ന് പറഞ്ഞ രീതിയിൽ കാർഡ്സോ അല്ലെങ്കിൽ ബൂസ്റ്റേഴ്സോ ക്രെഡിറ്റ്സോ ആയിട്ടൊക്കെ ആയിട്ട് കിട്ടുക. സോ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിൽ കാർഡ്സിന് പല സീരീസുണ്ട്. പല സീരീസ് എന്ന് പറഞ്ഞാൽ പല റേറിറ്റിയാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. സോ അടുത്തതെന്ന് പറയുന്നതാണ് നമ്മുടെ വേറൊരു മെയിൻ സ്ഥലം, റാങ്ക് സെക്ഷൻ. റാങ്ക് എന്ന് പറയുമ്പോൾ റിക്രൂട്ടിലാണ് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് റാങ്ക്. എല്ലാ റാങ്കും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ചെറിയ പെർക്സ് കിട്ടുന്നതായിരിക്കും. ലൈക്ക് 500 കോൾസ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടും. അടുത്തത് ഇതിൽ നമുക്ക് ക്ലാനിൽ ചേരാൻ പറ്റും. പിന്നീട് നമുക്കുള്ള സ്ഥലമാണ് ഇവൻറ്റ് സെക്ഷൻ. ഇവിടെ നമുക്ക് ഈ പല മോഡ്സ്, ഇവൻറ്റിൻ്റെ മോഡ് വന്ന് അതെല്ലാം ഇവിടെ കാണിക്കും. പിന്നെ ഇപ്പോൾ ഈ കിടക്കുന്ന ഈ കോൺക്വസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് കയറിയിട്ട് മെഡൽസ് വെച്ചിട്ട് നമ്മൾ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എല്ലാ റെയർ കാർഡ്സൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ഏരിയയെ പറ്റിയിട്ടുള്ളത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പാണ്. ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കാശുള്ളവർക്ക് ഇതുപോലത്തെ റെയർ കാർഡ്സ് 10,000-4,000 രൂപ കൊടുത്ത് വെച്ച് മേടിക്കാൻ പറ്റും കാശുള്ള. അല്ലാത്തവർക്ക് വെറുതെ നോക്കിയിരിക്കാൻ മാത്രമേ പറ്റൂ. അതിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യമാണ്, നമുക്ക് പല കാർഡ്സിൻ്റെയും വേരിയൻസ് മേടിക്കാൻ പറ്റും. അതായത് പല കാർഡ്സിൻ്റെയും ആനിമേറ്റഡ് പിക്സൽ കാർട്ടൂണൈസ്ഡ് വേരിയൻസ് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നുള്ളൊരു സെക്ഷനാണ് അവതാസും ബോർഡർ ലൈനും മേടിക്കാനുള്ളത്. ഇതെല്ലാം നമ്മൾ ഗോൾഡ് വെച്ചാണ് മേടിക്കുന്നത്, ഗോൾഡ് ബ്രിക്സ് വെച്ചിട്ട്. അല്ലാണ്ട് നമുക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെയുള്ളത് വീക്ക്ലി സ്പോട്ട്. ഇത് നമുക്ക് ഓരോ ഇത്ര മണിക്കൂർ കൂടുമ്പോൾ ഇവിടെയുള്ള കാർഡ്സ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് പറഞ്ഞാൽ മേടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സീസൺ തീരുന്നവരെ നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇവിടുന്ന് മേടിയാൽ കളക്ടേഴ്സ് ടോക്കമാണ്. അത് കിട്ടുന്ന കളക്ടേഴ്സ് റിസർവ്. നേരത്തെ പറഞ്ഞ അതിൽ നിന്ന് റാൻഡമൈസ് ആയിട്ട് കിട്ടി. അങ്ങനത്തെ ഒരു സംഭവമാണത്. ഇനിയുള്ളതാണ് വീക്ക്ലി നമുക്ക് ഓരോ സീസണിലും ഒരു കാർഡ് ഇവിടെ കാണും. 8 മണിക്കൂർ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡാണ്. സോ ഇത് 8 മണിക്കൂർ മാറിക്കൊണ്ടിരിക്കും. നമ്മളൊരു കാർഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സീസൺ തീരുന്നവരെ നമുക്ക് വേറൊരു കാർഡ് കിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയും കണ്ടും ഏറ്റവും റെയറായിട്ടുള്ള വരുമ്പോൾ നിങ്ങളത് ചൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ബൂസ്റ്റേഴ്സ് വാങ്ങിക്കാം. ക്രെഡിറ്റ്സ് കൊടുത്ത് ബൂസ്റ്റേഴ്സ് വാങ്ങിക്കാനുള്ള ഓപ്ഷനാണിത്. എൻ്റെ അഭിപ്രായത്തിൽ അത് അത്രയും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല മോസ്റ്റ്ലി. നമുക്ക് അതിനല്ലാണ്ട് തന്നെ ക്രെഡിറ്റ്സ് കിട്ടും. പിന്നെ ഉള്ളത് ക്രെഡിറ്റ്സും ഗോൾഡും പൈസ കൊടുത്ത് മേടിക്കാനുള്ള ഓപ്ഷനാണ്. സോ കാശുള്ളവർക്ക് ഇങ്ങനെയൊക്കെ മേടിക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് മെയിൻ സെക്ഷൻ, കാർഡ് കളക്ഷൻ. ഇവിടെ നമ്മൾ കളിക്കുന്നതനുസരിച്ച് നമുക്ക് കാർഡ്സ് ഒരുപാട് കിട്ടും. ഞാൻ കുറച്ച് ആളായാലും കളിക്കാൻ നോക്കട്ടെ. സോ എനിക്ക് ഒരുപാട് കാർഡ്സ് ഇല്ല, ബട്ട് അത്യാവശ്യം കുറച്ച് ഡെക്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനുള്ള കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കാർഡ്സ് തന്നെ പല സ്റ്റൈലുകളുണ്ട്. കാർഡ്സിന് പല റെയറിറ്റി, അതുപോലെ തന്നെ പല സ്റ്റൈൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റൈൽസിനെ പറ്റിയിട്ട് ഞാൻ ചെറിയൊരു ബ്രീഫിങ് ഇപ്പോൾ തരുന്നതായിരിക്കും. വേറെ ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ ഫസ്റ്റ് ഒരു സ്റ്റൈലാണ് ഓൺ റിവീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കാർഡ് നമ്മൾ പ്ലേ ചെയ്ത് അത് റിവീൽ ആകുന്നൊരു ടൈമിൽ മാത്രമേ അതിൻ്റെ എബിലിറ്റി വർക്ക് ആവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ എബിലിറ്റി വർക്കാവില്ല. അല്ലെങ്കിൽ ആ എബിലിറ്റി വീണ്ടും വർക്കാവണമെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും എബിലിറ്റി വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന കാർഡ്സ് ഉണ്ട്. ലൈക്ക് ഓഡിൻ അങ്ങനത്തെ കാർഡ്സ് വെച്ചിട്ട് എൻ്റെ എബിലിറ്റി വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് ഓൺ റിവീൽ കാർഡ്സിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഓൺ ഗോയിങ്. ഇത് ഓൺ റിവീലിന് പോലെയല്ല. ഈ കാർഡ്സിന് ഒരു മാച്ച് തീരുന്നവരെ ഈ കാർഡ്സിൻ്റെ എബിലിറ്റി ആ മാച്ചിൽ ഫുള്ള് കാണും. ഓക്കെ, സോ ഇങ്ങനത്തെ കാർഡ്സ് നമുക്ക് എപ്പോഴും നമുക്ക് ഇതിൻ്റെ എബിലിറ്റി അവിടെ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എബണി മോവിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് ഓൺ ഗോയിങ് എന്ന് പറയുന്നത് ഇത് കളിച്ച സ്ഥലത്ത് പിന്നെ ഒരു കാർഡ് നമുക്ക് അവിടെ കളിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ടെക്സ്റ്റും കാണും ചിലതിന്. ഓൺ റിവ്യൂ അല്ല, ഓൺ ഗോയിങ് അല്ലാണ്ട് ടെക്സ്റ്റായിട്ട് കാണും. ഇപ്പോൾ എബണി മോവിൻ്റെ ടെക്സ്റ്റ് ഉണ്ടല്ലേ, യു ക്യാൻ പ്ലേ ദ കാർഡ് ആഫ്റ്റർ ടേൺ 3. അപ്പോൾ ഇത് ടേൺ 3ക്ക് ശേഷം ഈ കാർഡ് നിങ്ങൾക്ക് ഒരിക്കലും ആ മാച്ചിൽ കളിക്കാൻ പറ്റില്ല. സോ അതിന് മുമ്പേ കളിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ടെക്സ്റ്റുകൾ കാണും. ഇനി അടുത്തൊരു സ്റ്റൈൽ എന്ന് പറയുന്നതാണ്
നോ എബിലിറ്റി. ഓക്കെ, സീറോ എബിലിറ്റി, അവർക്ക് ഒരു എബിലിറ്റിയും കാണത്തില്ല. ഇതെൻ്റെ ഏറ്റവും കുറവുള്ള കാർഡ് സ്റ്റൈലാണ്. ഇങ്ങനെ കാർഡ്സിന് അവരുടെ എബിലിറ്റിക്ക് വരാൻ താഴെ ടെക്സ്റ്റായിട്ട് കൊടുത്തേക്കുന്നത് അവരുടെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് ഈ മെയിനായിട്ടുള്ള ഡയലോഗ്സ് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നതാണ് ഡിസ്കാർഡ് ഡെക്ക്. ഡിസ്കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പൻ്റെ കാർഡ്സ് ഡിസ്കാർഡ് ചെയ്തുകൊണ്ട് ഇല്ലാണ്ടാക്കിക്കൊണ്ട് കളി വിൻ ചെയ്യുന്നൊരു സ്റ്റൈലാണ്. അപ്പോൾ ഇതിൽ ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത് ബ്ലേഡുണ്ട്. ബ്ലേഡൊക്കെ വെച്ചിട്ട് നമ്മുടെ റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള കാർഡ്, നമ്മുടെ കയ്യിലുള്ള റൈറ്റിലുള്ള കാർഡിനെ നമുക്ക് കളയാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സംഭവമാണ് ബ്ലേഡൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള വേറൊരു കാർഡാണ് മൂൺ നൈറ്റ്. മൂൺ നൈറ്റ് വെച്ച് നമ്മുടെയും ഒപ്പമുണ്ട് ഈവൻ കോസ്റ്റ് ആയിട്ടുള്ളത് ഈവൻ കോസ്റ്റ് ആയിട്ടുള്ള കാർഡ്സ് ഡിസ്കാർഡായി പോകും. സോ ഇത് വെച്ചിട്ട് കുറേ എന്താ കോമ്പോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിസ്കാർഡ് ഡെക്ക് വെച്ചിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും മാച്ചസ്. ഇനി അടുത്തെന്ന് പറയുന്നത് മൂവ്മെൻ്റാണ്. മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർഡ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ജയിക്കാൻ പറ്റുന്നത് ഈ കളി. പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്ത് ജയിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡാഗർ, ഇതൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ എത്ര എനിമി കാർഡുണ്ടോ അത് ഓരോ എനിമി കാർഡിനും +3 വെച്ച് ഇതിന് കയറും. ഇപ്പോൾ ഒരു 4 എനിമി കാർഡൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതത്രയും ഹ്യൂജ് ആയിട്ട് ഇതിൻ്റെ പവർ മാറും. അതുപോലെ വേറൊരു കാർഡാണ് വൾച്ചർ എന്ന് പറയുന്നത്. വൾച്ചറിൻ്റെ ഇതെന്ന് പറയുന്നത് ഇത് ഒരു തവണ മൂവ് ചെയ്താൽ +6 കയറും. അതായത് ഒരു തവണ മൂവ് ചെയ്യുമ്പോൾ 3:9 ആവും പവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹ്യൂജായിട്ട് മാറ്റാൻ പറ്റും 2 തവണയൊക്കെ മൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെയും ഇതിൻ്റെ അകത്ത് ഇനിയും അടുത്തെന്ന് പറയുന്നത് ഡിസ്ട്രോയ് ആണ്. ഇതും ഡിസ്കാർഡ് പോലെ തന്നെ ആണ്. ഇതിൽ നമ്മൾ എനിമിയുടെയോ അല്ലെങ്കിൽ നമ്മുടെയോ കാർഡ്സ് ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ്സിന് മാത്രം +1 പവർ കിട്ടും. അതുപോലെ ഇലക്ട്രോ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണേൽ ഒപ്പോണിൻ്റെ 1 കോസ്റ്റ് കാർഡിന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്തൊരു ഡെക്കാണ് കൺട്രോൾ ഡെക്ക് എന്ന് പറയുന്നത്. അത് എല്ലാത്തിൻ്റെയും ഒരു മിക്സാണ്. കാരണം ഈ കൺട്രോൾ ഡെക്ക് വെച്ചിട്ട് നമുക്ക് എനിമിയുടെ മൂവ്മെൻറ്റിനെയും ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും, ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റും മൂവ്മെൻറ്റിനെയും കോമ്പോസിനെയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോസ്മോ കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈനിൽ നമ്മുടെയോ ഒപ്പോണിൻ്റെയോ ഓൺ റിവീൽ എബിലിറ്റീസ് വർക്കൗട്ട് ആകത്തില്ല. പിന്നീട് ഇത് കളിച്ചതിന് ശേഷം തൊട്ട്, ഇത് റിവീൽ ആയതിന് ശേഷം തൊട്ട് പിന്നെ വർക്കാവത്തില്ല. അത് ഇതിൻ്റെ. അതുപോലെ തന്നെ ഓൺ ഗോയിങ് എബിലിറ്റിനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയ വേറൊരു കാർഡുണ്ട് വിച്ച് ഈസ് കോൾഡ് എൻചാൻട്രസ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിമി ഇപ്പോൾ ഏതെങ്കിലും ഓൺ റിവീൽ ഡെക്കോ ഓൺ ഗോയിങ് ഡെക്കോ ഒക്കെ കളിക്കുന്നതെങ്കിൽ നമുക്ക് അവരുടെ എൻറ്റയർ ഗെയിം കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്റപ്ഷൻ നടത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും. സോ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാർഡ്സ് ഉണ്ട്. ലൈക്ക് പ്രൊഫസർ എക്സ്, സ്റ്റോം, അങ്ങനെ ഒരുപാട് കാർഡ്സ് ഉണ്ട് കൺട്രോൾ ഡെക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡെക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വേറൊരു മെയിൻ ഏരിയ ആണ്. നമുക്ക് ഇവിടുന്ന് കാർഡ്സ് നമുക്ക് ക്വിക്കായിട്ട് സെലക്ട് ചെയ്യാം. നമ്മുടെ കാർഡ് ഡെക്കുകൾ നമുക്ക് ഡെക്ക് ക്വിക്കായിട്ട് സെലക്ട് ചെയ്യാം ഈ ഒരു ഏരിയയിൽ നിന്ന്. ഇപ്പം നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്ത് വെച്ച് നമുക്ക് മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആണ് മിഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ക്രെഡിറ്റ്സും ഗോൾഡും എക്സ്പീരിയൻസും കിട്ടും. എക്സ്പീരിയൻസ് യൂസ് ചെയ്താണ് നമ്മൾ നമ്മുടെ സീസൺ പാസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഓരോ മിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ക്രിസ്റ്റൽസ് അൺലോക്ക് ആവുന്ന വരുമ്പോൾ അതിന് നമുക്ക് 100-200 ക്രെഡിറ്റ്സും ഗോൾഡും ഒക്കെ കിട്ടുന്നതായിരിക്കും. സോ അത്രയൊക്കെയാണ് മിഷൻസിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. സോ ഇത് നമുക്ക് ഗെയിമിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണാം. ഗെയിമിൻ്റെ അകത്ത് ഇങ്ങനെ ആയിരിക്കും വരിക. ഇത് നമുക്ക് റിട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളി നിങ്ങൾ തോക്കുമെന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് അപ്പം റിട്രീറ്റ് എടുക്കാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമല്ല, കാരണം നിങ്ങൾ ഒരുപാട് ക്യൂബ്സ് നഷ്ടമാകത്തില്ല. ക്യൂബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര മെയിനുള്ള കാര്യം. അതായത് ഒരു കളി ജയിക്കുന്ന ആൾക്ക് തോക്കുന്ന ആളിൽ നിന്നാണ് ക്യൂബ്സ് വരിക. സോ അപ്പോൾ തോക്കുന്ന ആളുടെ ക്യൂബ്സ് കുറയുമ്പോൾ അയാളുടെ റാങ്ക് കുറയും. ഇപ്പുറത്ത് ഒരാളുടെ റാങ്ക് കൂടുകയും ചെയ്യും ജയിക്കുന്ന ആൾക്ക്. ഓക്കെ, എനർജി എന്ന് പറയുന്നതാണ് നമ്മൾ ഇതിൽ ഓരോ കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റ്. അത് ഓരോ ടേണിനും ഇത്ര എനർജി വെച്ച് തരും. അതല്ലാണ്ട് സം കേസസിൽ ലൊക്കേഷൻ്റെ പവർ അനുസരിച്ച് ചിലപ്പോൾ എനർജി കൂടുതൽ കിട്ടാം, ചിലപ്പോൾ ചില കാർഡിൻ്റെ പവർ അനുസരിച്ചും കിട്ടാം. പിന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഈ ക്യൂബിൻ്റെ നമ്മളിതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 മാറും. ഓക്കെ, അത് 2 മാറും. ഇപ്പോൾ അവിടെ 1 എന്നുള്ളത് 2. ഓക്കെ, ഇനി അവൻ ഒപ്പണൻ്റ് ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ 4 ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലെവൽ 6th ടേണിൽ
അവിടെ 8 ക്യൂബ് എന്ന് കാണിക്കും. അതായത് ഈ കളി ജയിക്കുന്ന ആൾക്ക് 8 ക്യൂബ് കിട്ടും, ഒപ്പണ തോക്കുന്ന ആളിൽ നിന്ന് 8 ക്യൂബ് കിട്ടും. ഓക്കെ, ഓരോ കളിയും 6 ചാൻസസ് ആയിരിക്കും, 6 ടേൺ ആയിരിക്കും ഉണ്ടാവുക. ചില കളികൾ ചില ലൊക്കേഷൻസിൻ്റെ ഇതിലോ അല്ലെങ്കിൽ ചില കാർഡ്സിൻ്റെ ഇതിലോ കാരണം 7 ടേൺസും വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലിംബോ പോലത്തെ സ്ഥലങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരാം ചിലപ്പോൾ, അല്ലെങ്കിൽ മാജിക് പോലത്തെ കാർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ലിംബോനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ പ്രൊഫൈലിൻ്റെ സൈഡിലുള്ള ഹൈലൈറ്റിങ്, യെല്ലോ ഹൈലൈറ്റ്. അത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണോ അയാളുടെ കാർഡായിരിക്കും ആദ്യം റിവീൽ ആവുക. സോ നമ്മളത് നോക്കിയിട്ട് വേണം നമ്മുടെ ഓൺ റിവീൽ കാർഡ്സ് എപ്പോഴും കളിക്കാൻ. ഫോർ എക്സാമ്പിൾ ആ ഒപ്പണൻ്റ് ഒരു ഹൾക്ക് കളിക്കാൻ പോകാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഷാങ്ചി ഉണ്ട്, ഷാങ്ചി കളിച്ചിട്ട് ഒപ്പണൻ്റെ ഹൾക്ക് റിവീൽ ആവുന്നെങ്കിൽ നിങ്ങളുടെ ഷാങ്ചിയുടെ എബിലിറ്റി വെറുതെ പോകത്തേ ഉള്ളൂ. പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് വർക്കൗട്ടാക്കാം. ഇനിയുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രൊഫൈലിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഓപ്പണിൻ്റെ കയ്യിൽ എത്ര കാർഡുണ്ടെന്നും ഇനി ഡെക്കിൽ ഇനി എത്ര കാർഡ് ബാക്കിയിരിപ്പുണ്ടെന്നും ഡിസ്ട്രോയ് ആയി പോയത് എത്ര ഉണ്ടെന്നും ഡിസ്കാർഡായി പോയത് എത്ര ഉണ്ടെന്നും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് കണ്ടില്ലേ, 2 ലൊക്കേഷൻ ഞാൻ വിൻ ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ ഈ കളി ജയിച്ചു. എനിക്ക് 8 ക്യൂബും കിട്ടി. ആ 8 ക്യൂബ് എൻ്റെ റാങ്കിനെ കയറുകയും ചെയ്തു. ഇനി ഇത് കണ്ടു. അതുപോലെ നമുക്ക് ബൂസ്റ്ററും കിട്ടും. ഈ ബൂസ്റ്റർ ഇവിടുന്ന് നമ്മൾ എടുത്തിട്ട് ക്രെഡിറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം കാർഡ്സ് ബൂസ്റ്റർ വെച്ചിട്ട്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആ കാർഡ് സിസ്റ്റത്തിൽ കാർഡ് കിട്ടുന്ന ഒരു ലൈനിൽ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കും ആ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ ആ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ്സും ബൂസ്റ്റേഴ്സും കളക്ടേഴ്സ് റിസർവോ അല്ലെങ്കിൽ കാർഡ്സോ ഒക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് ട്യൂട്ടോറിയലാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ബേസിക്കലി മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ ആയിരുന്നു. സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.